പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ 5 ദിവസം വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ 1-ാം പ്രതി കീഴടങ്ങി. പ്രഭു എന്നയാളാണ് കീഴടങ്ങിയത്. സംഭവത്തിന് പിന്നാലെ നാടുവിട്ട പ്രതിയെ പോലീസിന് പിടികൂടാനായിരുന്നില്ല. ആയിഷത്തുൽ ഷംന ഒരിക്കൽ കൂടി ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷംന, ഇപ്പോൾ എവിടെ നിന്നാണ് ഇയാൾ കീഴടങ്ങാനായി എത്തിയത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്വേഷണം നടത്തിയിരുന്നല്ലോ, നാട് വിട്ടുപോയി എന്നതൊക്കെയാണ് പിന്നീട് കേട്ടത്. അനുജ, കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതായത് റിസോർട്ടിലെ ജീവനക്കാരനായ ഈ വെള്ളയപ്പനെ മദ്യം കഴിച്ചു എന്ന് പറഞ്ഞു അനുവാദമില്ലാതെ റിസോർട്ടിലുണ്ടായിരുന്ന ബിയർ കുപ്പി എടുത്ത് അതിലെ മദ്യം കഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ഉടമ റിസോർട്ടിൽ പൂട്ടിയിടുന്നതും ഭക്ഷണം പോലും വെള്ളം പോലും നൽകാതെ പൂട്ടിയിടുന്നതുമൊക്കെ. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഇങ്ങനെ ഓടിക്കൂടി എത്തുന്നതും ഈ വെള്ളയപ്പനെ പുറത്തു വിടുന്നതും അങ്ങനെ വാർത്ത പുറത്തു വരുന്നതുമൊക്കെ. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ പ്രഭു ഒളിവിലായിരുന്നു. ഒപ്പം തന്നെ ഈ പ്രഭുവിന്റെ അമ്മയായ രംഗനായികയെ അതിന്റെ പിറ്റേ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അന്ന് തൊട്ട് ഓഗസ്റ്റ് തൊട്ട് പിന്നീട് അന്വേഷണം നടത്തിയെങ്കിൽ പോലും പ്രഭുവിലേക്ക് എത്താനുള്ള ഒരു നീക്കങ്ങളോ ഒരു തെളിവുകളും പോലീസിന് ലഭ്യമായില്ല. പ്രഭു അതോടുകൂടി ഒളിവിലാണെന്നും ഇയാൾ നാട് വിട്ടെന്നും തരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് പുറത്തു വന്നിരുന്നത്. എന്നാലും ഇന്ന് ഇപ്പോൾ ഇയാൾ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാവുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ഇനി കൂടുതൽ അന്വേഷണവും മറ്റു വിവരങ്ങളും ഒക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ പ്രഭു തന്നെ ഇത്രയും കാലത്തിന് ശേഷം പ്രഭു തന്നെയാണ് ഇപ്പോൾ നേരിട്ടെത്തി പോലീസിൽ ഹാജരാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.